ഈ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് MBBS കഴിഞ്ഞ് MDO അല്ലെങ്കിൽ DNB റേഡിയോളജിയോ കഴിഞ്ഞ് വരുന്നവർ എത്തിച്ചേരുന്നത്. സർക്കാർ മേഖലകളിൽ എന്തൊക്കെ സാധ്യതകളാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ളത്? സർക്കാർ മേഖലയിൽ നിലവിൽ ഈ റേഡിയോഗ്രാഫർ എന്നുള്ള തസ്തികയാണ് ഉള്ളത്. റേഡിയോഗ്രാഫർ തസ്തികയിലും പിന്നെ ലെക്ചർ പോസ്റ്റുകൾ. ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ BSc റേഡിയോളജി കഴിഞ്ഞ് MSc റേഡിയോളജി എടുക്കുന്ന സമയത്ത് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണോ? നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. BSc റേഡിയോളജി കഴിഞ്ഞവർക്കോ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ പ്രവേശിക്കാം. അപ്പോൾ 11th and 12th ഒരു കുട്ടിക്ക് ഫിസിക്സിന് കാര്യമായൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല എങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൂടുതൽ പലപ്പോഴും വളരെ നല്ല മാർക്ക് മേടിച്ചു വരുന്ന കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കുറച്ച് അത്ര പിന്തള്ളപ്പെടുന്ന കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കണം. സർ, ഈ കോഴ്സുകൾക്ക് വിദേശത്തുള്ള സാധ്യത എത്രമാത്രമാണ്? വിദേശത്ത് വളരെ വിപുലമായിട്ടുള്ളൊരു സാധ്യത ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽക്ക് ഉണ്ട്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ ആ കുട്ടിയോട് സാറിന് എന്താ പറയാനുള്ളത്? ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടി അഡ്വൈസ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ മേഖലയിൽ ഇന്ന് നമുക്ക് ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. ഇപ്രാവശ്യം അതായത് 2023 കേരളത്തിൽ ഗവൺമെൻറ് സീറ്റുകൾക്കായിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ തന്നെ അതിൽ 13ഓളം കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ ഫ്യൂ കോഴ്സസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരുന്നു. ഇമേജിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു, റേഡിയോ തെറാപ്പി ടെക്നോളജി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തെ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്നുള്ളത്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഞാൻ ഡീറ്റെയിൽ തരുന്നതിനേക്കാളും എപ്പോഴും നല്ലത് എന്താണ്, ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതിനല്ലേ നമുക്ക് ഹൗ ടു ബിക്കം എന്നുള്ള സീരീസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഹൗ ടു ബിക്കമിൽ എന്നോടൊപ്പം ഉള്ളത് അനൂപ് സാറാണ്. അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇതിൽ പരം ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ വേറെ ആരാ വേണ്ടത്? അപ്പോൾ അനൂപ് സാറിനോട് ചോദിച്ച് നമുക്ക് ഈ മേഖലയിലുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കാം. വെൽക്കം ടു ഹൗ ടു ബിക്കം. ഹായ് സർ, വെൽക്കം. താങ്ക് യു. സാർ, നമ്മൾ പൊതുവിൽ കേൾക്കുമ്പോഴത്തേനും MBBS കഴിഞ്ഞിട്ട് റേഡിയോളജിയിൽ MD ഒക്കെ എടുത്തിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന പോകുന്ന ആൾക്കാരുണ്ട്. അതൊരു വിഭാഗം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് BSc റേഡിയോളജി, MSc റേഡിയോളജി എന്ന് പോകുന്ന ആൾക്കാർ. മൂന്നാമത്തേത് ഡിപ്ലോമോ ലെവലിലുള്ള കോഴ്സുകൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിപ്ലോമോ ലെവൽ കോഴ്സുകൾ പണ്ടാണ് കൂടുതൽ ഒരു പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ BSc തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് തുടങ്ങിയപ്പോഴത്തേനും BSc കോഴ്സുകളിലേക്കാണ് ആളുകൾ വരുന്നത്. ബട്ട് സ്റ്റിൽ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഡിപ്ലോമോ മാറി നിൽക്കട്ടെ. ഒന്ന് MBBS കഴിഞ്ഞ് റേഡിയോളജിയിലേക്ക് വരുന്നവർ, രണ്ടാമത്തേത് BSc റേഡിയോളജി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നവർ. ഇവരെത്തിച്ചേരുന്ന തസ്തികകൾ എന്തൊക്കെയാണ്? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ആക്ച്വലി റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് MBBS കഴിഞ്ഞ് MDO അല്ലെങ്കിൽ DNB റേഡിയോളജിയോ കഴിഞ്ഞ് വരുന്നവർ എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ തസ്തികയിൽ വരുന്നത് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ്. നിലവിൽ ഡിപ്ലോമ കഴിഞ്ഞവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിലുമുള്ളത് ഡിപ്ലോമ തന്നെയാണ്. അത് 2 വർഷ ഡിപ്ലോമയും 3 വർഷ ഡിപ്ലോമയുമായിട്ട് വിവിധ കോഴ്സുകൾ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം സ്വകാര്യ ഹോസ്പിറ്റലുകളടക്കം ഉണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന സ്ട്രീം എന്ന് പറയുന്നത് BSc റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സാണ്. ഈ BSc റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞാലും ഡിപ്ലോമ കഴിഞ്ഞാലും നമ്മൾ പ്രവേശിക്കുന്നത് റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സാറ് പറയുന്നത് ഇത് മൂന്നായിട്ട് തന്നെ കാണുക. ഡിപ്ലോമോ ഉണ്ട്, BSc ഉണ്ട്, അതുപോലെ തന്നെ MBBS കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള പ്രവേശനവും ഉണ്ട്. സാറൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ശരിക്കും BSc ഇതിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? ഡിപ്ലോമോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് തന്നെ നമുക്ക് MSc അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഡിപ്ലോമോ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ലൈഫ് സയൻസിൽ നമ്മൾ ഡിഗ്രി എടുക്കുക, പിന്നെ MSc റേഡിയോളജിയിലേക്ക് വരിക. MSc റേഡിയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. ഞാനൊക്കെ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടായത്. ഓക്കെ സാർ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്.
തസ്തികയിൽ റേഡിയോഗ്രാഫർ എന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കാരിന്റെ തസ്തികയിലല്ലാതെ ബാക്കി എല്ലായിടത്തും ഇതൊരു റേഡിയോ ടെക്നോളജിസ്റ്റ് എന്ന ലെവലിലെത്തി അല്ലെ. സർക്കാർ മേഖലകളിൽ എന്തൊക്കെ സാധ്യതകളാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ളത്? സർക്കാർ മേഖലയിൽ നിലവിൽ ഈ റേഡിയോഗ്രാഫർ എന്നുള്ള തസ്തികയാണ് ഉള്ളത്. റേഡിയോഗ്രാഫർ തസ്തികയിലും പിന്നെ ലെക്ചർ പോസ്റ്റുകൾ, അതായത് നിലവിൽ വളരെ പരിമിതമായ ലെക്ചർ പോസ്റ്റുകളെ ഉള്ളെങ്കിൽ കൂടി പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത് ലെക്ചർ പോസ്റ്റുകളാണ്. ട്യൂട്ടറിങ് റേഡിയോഗ്രാഫി എന്നുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഒന്നുകിൽ ഹോസ്പിറ്റലുകളിൽ നമുക്ക് റേഡിയോഗ്രാഫർ എന്ന തസ്തികയിലേക്ക്, അത് PSC വിജ്ഞാപനം വന്നിട്ട് അങ്ങനെ കയറാം, അല്ലെങ്കിൽ ടീച്ചിങ് പൊസിഷനിലേക്ക് കയറാം. നിലവിൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചിങ് റിക്രൂട്ട്മെന്റുകൾ ഇല്ല. അതായത് പ്രൊമോഷൻ പോസ്റ്റുകൾ, റേഡിയോഗ്രാഫർ തസ്തികയുടെ പ്രൊമോഷൻ പോസ്റ്റുകളായിട്ടാണ് നിലവിൽ ലെക്ചർ പോസ്റ്റുകൾ വരുന്നത്. ഇനി നമ്മൾ സർക്കാരിന്റെ മേഖല അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ എന്തൊക്കെ സാധ്യതകൾ നമുക്ക് മുന്നിൽ? പ്രൈവറ്റ് മേഖലയിൽ വിപുലമായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് 5 തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് വിവിധ ഹോസ്പിറ്റലുകളിൽ വിവിധ മൊഡാലിറ്റികളുണ്ട്. റേഡിയോളജിയുടെ വിവിധ മൊഡാലിറ്റികളിൽ ടെക്നോളജിസ്റ്റ് എന്നുള്ള പോസ്റ്റുകളിൽ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എക്സ്റേ ആയിക്കോട്ടെ, CT ആയിക്കോട്ടെ, MRI ആയിക്കോട്ടെ, ന്യൂക്ലിയർ മെഡിസിൻ ആയിക്കോട്ടെ, അൾട്രാസൗണ്ട് ആയിക്കോട്ടെ. അൾട്രാസൗണ്ടിന് കേരളത്തിൽ പരിമിതി ഉണ്ടെങ്കിൽ കൂടി വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അൾട്രാസൗണ്ട് ചെയ്യുന്നത് ടെക്നോളജിസ്റ്റുകൾ തന്നെയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ടെക്നോളജിസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ റേഡിയോളജി മാനേജർ എന്ന് പറഞ്ഞ തസ്തികയാണ്. ഒരു ഹോസ്പിറ്റലിലെ മുഴുവൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം, അവിടുത്തെ കേസുകൾ പോസ്റ്റ് ചെയ്യുക, അവിടുത്തെ ഫുൾ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് റേഡിയോളജി മാനേജർ എന്ന് പറയുന്ന തസ്തികയാണ്. മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ റിസർച്ചാണ്. വിവിധ കമ്പനികളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇമേജിംഗ് മേഖലയിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ റിസർച്ച് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി. നമ്മളെ ആൻജിയോഗ്രാം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള അവിടെ ഡോക്ടറുകളെ അസിസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ തന്നെ നമുക്ക് ഉണ്ട്. ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ BSc റേഡിയോളജി കഴിഞ്ഞ് MSc റേഡിയോളജി എടുക്കുന്ന സമയത്ത് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണോ? നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. BSc റേഡിയോളജി കഴിഞ്ഞവർക്കോ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ പ്രവേശിക്കാം. അതിനുവേണ്ടി സെപ്പറേറ്റ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകൾ നിലവിലുണ്ട്. എന്നിരുന്നാൽ കൂടി BSc റേഡിയോളജി കഴിഞ്ഞവർക്കും ഇൻ്റർവെൻഷണൽ റേഡിയോളജി ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചെയ്യുന്നത് റേഡിയോളജിസ്റ്റുകൾ കൂടിയുണ്ട്. ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്നുള്ള തസ്തികയുണ്ട്. അപ്പോൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റ് എന്നുള്ള തസ്തിക അവിടെയും ഉണ്ടാവും. ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ ഒരു ഡോക്ടറും നിങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സാധാരണ ഈ സ്കാൻ റിപ്പോർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിൽ സൈൻ ഇടുന്ന ആൾക്കാർ അത് BSc കഴിഞ്ഞവരാണോ അതോ MBBS MD ആ ലെവലിൽ പോകുന്നവരാണോ? ആധികാരികമായി റിപ്പോർട്ടിൽ സൈൻ ചെയ്യാനുള്ള അധികാരം MBBS കഴിഞ്ഞ് MD പാസ്സായവർക്കാണ്. പക്ഷെ നിലവിൽ ഈ നമ്മൾ സ്കാനിങ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ CT ആയിക്കോട്ടെ, MRI ആയിക്കോട്ടെ, അൾട്രാസൗണ്ട് ആയിക്കോട്ടെ ചെയ്യുന്നവർക്ക് ആ അസുഖത്തിൻ്റെ പാത്തോളജിയും അനാട്ടമിയും വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ റിപ്പോർട്ട് ഡോക്ടർക്ക് എളുപ്പമാവുകയുള്ളൂ. കാരണം റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് അവസാനമായിട്ടാണ് ഇമേജ് കാണുന്നത്. പലപ്പോഴും സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേഷൻസ് വരുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ടെക്നോളജിസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജിസ്റ്റിൻ്റെ സിലബസിൽ അനാട്ടമിയും പത്തോളജിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. അപ്പൊ സിമ്പിളായിട്ട് ഇങ്ങനെ കുറെ സ്കാൻ ചെയ്യണോ മാത്രം പരിപാടി പഠിച്ചു പോകാന്ന് വിചാരിച്ചു പോയിട്ട് കാര്യമില്ല. അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ ഇതിനകത്ത് പഠിക്കണം. ഫിസിയോളജി, പത്തോളജി വ്യക്തമായിട്ട് ധാരണയുള്ളവർക്ക് മാത്രമേ നല്ലൊരു ടെക്നോളജിസ്റ്റ് ആവാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് നല്ല സാധ്യതയുണ്ട്, ഡിമാൻഡും ഉണ്ട്. ഇനി ഈ കോഴ്സുകളിൽ തന്നെ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിൻ്റെ പാരാമെഡിക്കൽ ക്ഷണിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞ 1-2 കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതായത് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന രീതിയിലുള്ള കോഴ്സുകൾ വന്നു. അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന തരത്തിലുള്ള കോഴ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തൊക്കെയാണ്? ഈ ചെറിയ ചെറിയ പേരുകളിലെ വ്യത്യാസമാണ്, പക്ഷെ എന്താണ് ആ വ്യത്യാസം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഇമേജിംഗ് മൊഡാലിറ്റിയാണ്, ചിത്രങ്ങൾ രോഗം കണ്ടുപിടിക്കുന്നതാണ്. ഒന്ന് രോഗത്തെ ട്രീറ്റ് ചെയ്യാനാണ്. അതായത് ഡയഗ്നോസ്റ്റിക്കും തെറാപ്യൂട്ടിക്കും ഡയഗ്നോസ്റ്റിക് മേഖലയിൽ വിവിധ മൊഡാലിറ്റികളിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജിസ്റ്റുകളും റേഡിയോ തെറാപ്പി രോഗിക്ക് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു വിഭാഗവും. ഇതിപ്പോ ക്യാൻസർ ഒക്കെ വരുന്നവർക്ക് നമ്മൾ ഒരു കീമോതെറാപ്പി ഒക്കെ ചെയ്താൽ റേഡിയോ തെറാപ്പി കൊടുക്കുന്ന ടെക്നോളജിസ്റ്റുകൾ, അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റുകൾ, അങ്ങനെ വലിയ വിഭാഗം തന്നെ വേറെ ഉണ്ട്. പക്ഷെ നിലവിൽ അവരുടെ എണ്ണം പരിമിതമാണ്. എങ്കിലും സാധ്യത എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുടെ സാലറി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ സാധ്യത കുറച്ചും കൂടി അധികമാണ്. പക്ഷെ ആ രംഗത്തേക്ക് പലരും കടന്നു വരാൻ മടിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാണ് മടിക്കുന്നത്? അത് റേഡിയേഷനെ പറ്റിയുള്ള അവബോധമില്ലാത്തത് കൊണ്ടായിരിക്കണം. അത് ഞാൻ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ കൊണ്ട് നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, അപ്പോൾ ഈ കോഴ്സ് എടുത്താൽ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. എന്താണ് സാറിന് അതിനുള്ള ഒരു ഉത്തരം? എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ കെയർ റേഡിയേഷൻ, ഡോണ്ട് ഫിയർ റേഡിയേഷൻ. അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്ക് നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ്. അതെ, റേഡിയേഷൻ നമ്മൾ ശ്രദ്ധിക്കണം, പക്ഷെ റേഡിയേഷനെ ഭയപ്പെടുന്ന ആവശ്യമില്ല. ഉദാഹരണമായിട്ട് സ്ഥിരമായിട്ടൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സീഷോറിൽ താമസിക്കുന്നവർക്കൊക്കെ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ റേഡിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന് റേഡിയേഷൻ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ ഓരോ ശരീരത്തിലെ ഓരോ ഓർഗാനും ഇത്ര അളവ് വരെ റേഡിയേഷൻ കിട്ടാമെന്നുണ്ട്. അപ്പോൾ ഒരു റേഡിയേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഒരു കടൽ തീരത്ത് താമസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റേഡിയേഷൻ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥിരമായി പ്ലെയിൻ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന റേഡിയേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളതിനെ ഭയങ്കരമായിട്ട് ഭയക്കുകയാണ്. യഥാർത്ഥത്തിൽ റേഡിയേഷൻ കെയർ ചെയ്യേണ്ടതാണ്, പക്ഷെ ഫിയർ ചെയ്യേണ്ടതല്ല. ശരി. നിലവിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 2023 ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എടുത്ത് നോക്കുമ്പോൾ 12ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമാണ് ബാധകം, വേറൊരു എൻട്രൻസ് പരീക്ഷകളും നമുക്കില്ല. ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന BSc കോഴ്സുകളിലേക്ക് ഇറങ്ങാം. പക്ഷേ എന്ത് തന്നെ ആയാലും 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഇല്ലെങ്കിൽ കിട്ടില്ല, കാരണം സീറ്റുകൾ കുറവാണ്. നമുക്ക് 95 above 96 above ഇല്ലെങ്കിൽ കിട്ടൂല. ചിന്തിക്കുകയും വേണ്ട, പരിസരത്ത് നമ്മൾ നോക്കണ്ട ഈ ഒരു കോഴ്സിലേക്കൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 96 above തന്നെ കിട്ടണം. സർ, ഈ കോഴ്സുകൾക്ക് വിദേശത്തുള്ള സാധ്യത എത്രമാത്രമാണ്? വിദേശത്ത് വളരെ വിപുലമായിട്ടുള്ളൊരു സാധ്യത ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽക്ക് ഉണ്ട്. നിലവിൽ തന്നെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ നല്ല പേ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ UK, ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് പല രാജ്യങ്ങളും. എക്സ്പെഷ്യലി ഗൾഫ് കൺട്രീസൊക്കെ ഓരോ രാജ്യങ്ങളിലും ഓരോരോ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. ആ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. സോറി, അനാറ്റമി പാത്തോളജി ഒക്കെ പഠിക്കും എന്ന് പറഞ്ഞു ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ ഈ കടന്നു വരുന്ന ഓരോ വർഷക്കാലത്തിലും പഠിക്കുന്ന വിവിധ തരം വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഓരോ മൊഡാലിറ്റികളുടെയും ഇൻസ്ട്രുമെൻറ്റേഷനാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഫിസിക്സ് ആണ് കൂടുതൽ ഒരു ടെക്നോളജിസ്റ്റ് പഠിക്കുന്നതായിട്ട് വരിക. ഫിസിക്സ് പാർട്ടാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ മൊഡാലിറ്റികളുടെയും ഇൻസ്ട്രുമെൻറ്റേഷൻ അത് വളരെ. അപ്പോൾ 11th ലും 12th ലും ഒരു കുട്ടിക്ക് ഫിസിക്സിന് കാര്യമായ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല എങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൂടുതൽ പലപ്പോഴും വളരെ നല്ല മാർക്ക് മേടിച്ചു വരുന്ന കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കുറച്ച് അത്ര പിന്തള്ളപ്പെടുന്നത് കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കണം. സാർ കുറേ വർഷം മുമ്പ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അപ്പോൾ പലതരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയോഗ്രാഫറാണ്, പല റോളുകൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സാറ് കൂടുതലായി കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണോ പുരുഷന്മാരെയാണോ? എനിക്ക് തോന്നുന്നു സ്ത്രീകളെയാണ് കൂടുതലായിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ളത്. സ്ത്രീകളെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അത് സാറ് പഠിച്ചിരുന്ന കാലം മുതൽ അത് അങ്ങനെയായിരുന്നു, അതോ ഈ ഇടക്കാലത്ത്? കാരണം പല കോഴ്സുകളുടെയും ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പെൺകുട്ടികൾ ഒരുപാട് കൂടുതലാണ് ആ കോഴ്സുകൾക്ക് എന്നുള്ളത്. അപ്പോൾ അതുപോലെ റേഡിയോളജി പണ്ടൊരു പുരുഷ കേന്ദ്രീകൃതവും പിന്നീട് ഇങ്ങോട്ട് പെൺകുട്ടികൾ കൂടുതൽ ജോയിൻ ചെയ്തതാണോ, അതോ ഒരു ഈക്വൽ ഫ്ലോ ആയിരുന്നു? എല്ലാവരും കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം നമ്മുടെ ഈ മെഷീനുകളൊക്കെ തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് നല്ലൊരു സംവിധാനത്തിലാണ് പലപ്പോഴും ഒരു റേഡിയോളജി ടെക്നോളജിസ്റ്റ് വർക്ക് ചെയ്യുക. ഇനിയുള്ള കാലത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സ്ത്രീകൾ തന്നെയാണ് കൂടുതലായിട്ട് ഈ രംഗത്ത് ഉള്ളത്, പുരുഷന്മാർ കൂടുതലാണെന്ന് തോന്നുന്നില്ല. ഓക്കെ. ശരി, ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യത അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യതയെപ്പറ്റി സമൂഹം ഒരുപക്ഷെ ബോധവാന്മാരല്ല എന്ന് തോന്നുന്നു. പലപ്പോഴും ഈവൻ പല കേരളത്തിലെ തന്നെ പല പ്രമുഖ ഹോസ്പിറ്റലുകളിലും തുടക്കത്തിൽ തന്നെ പ്രൊഫഷണലായിട്ട് വിളിക്കുമ്പോൾ പോലും 70,000 എബോവ് സാലറി കൊടുത്തിട്ട് പോലും അവിടെ ആളില്ലാത്തൊരവസ്ഥ ഈ ന്യൂക്ലിയർ മെഡിസിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന മൊഡാലിറ്റിയെ പറ്റിയിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾ ഒട്ടും അതെന്താണെന്നൊന്ന് പറയാമോ? അത് റേഡിയേഷനെ പറ്റിയുള്ള ഭയമായിരിക്കാം ഒരു കാരണം. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ന്യൂക്ലിയർ മെഡിസിനിൽ റേഡിയോ ആക്റ്റീവ് സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇമേജ് ചെയ്യുന്നതും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും. ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒരേ സമയം തന്നെ അതൊരു ഇമേജിങ് ടെക്നിക്ക് കൂടിയാണ്, അതേ സമയം തന്നെ ഒരു തെറാപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അസുഖം കണ്ടുപിടിക്കാനും അസുഖത്തെ ട്രീറ്റ് ചെയ്യാനും ഈ ന്യൂക്ലിയർ മെഡിസിൻ വെച്ച് സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്തുകൊണ്ട് അത് ഈ റേഡിയേഷൻ എന്നുള്ള സംഭവത്തെ പറ്റിയിട്ടുള്ള ശരിക്കുള്ള ഒരു ബോധം ഇല്ലായ്മയായിരിക്കാം ഒരുപക്ഷെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന മൊഡാലിറ്റിയിലേക്ക് കൂടുതൽ കുട്ടികൾ വരാതിരിക്കാനുള്ളൊരു കാരണം. പക്ഷെ അത് ആ ഒരു സാധ്യത നമ്മൾ ചൂഷണം ചെയ്യാൻ പറ്റണം. ആ ഒരു വിപുലമായ സാധ്യതയുണ്ട്. കാരണം അതിന് വളരെ വലിയൊരു ക്യാൻവാസ് ഉണ്ട്. പക്ഷെ അത് കുട്ടികൾ വരണം അത് എന്നാണ്. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ ആ കുട്ടിയോട് സാറിന് എന്താ പറയാനുള്ളത്? ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും സാർ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി അഡ്വൈസ് ചെയ്യുന്നത്? നമുക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒരുപാട് വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനിലെ ഒരു വിഭാഗമാണ് റേഡിയോളജി. അപ്പോൾ അത് ഒരിക്കലും അതിനൊരു സ്റ്റാഗ്നന്റ് പൊസിഷൻ ഉണ്ടാവില്ല. ഭയങ്കര ഡെവലപ്മെൻ്റ് ആണ്. ദിനം പ്രതി വിവിധ മൊഡാലിറ്റികൾ വരുന്നു, പുതിയ ഇമേജിംഗ് ടെക്നിക്കുകൾ വരുന്നു, നാനോ ഇമേജിംഗ് അടക്കം വരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, എല്ലാം റേഡിയോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും റേഡിയോളജിയുടെ ഭാവി എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെയാണ്. റേഡിയോളജിക്ക് കുട്ടി ജോയിൻ ചെയ്ത് വെച്ചിട്ട് ആ കുട്ടിക്ക് ഒരു കാരണവശാലും ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് സാധ്യതകൾ അവരുടെ മുമ്പിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും തീർച്ചയായിട്ടും പിന്നെ അവർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ നന്നായിരിക്കും. കാരണം എക്സ്പെഷ്യലി ഈ മെഷീനൊക്കെ കീപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് തന്നെ അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഈ പറഞ്ഞ മാതിരി വളരെ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അറ്റ്ലീസ്റ്റ് ആ മെഷീനെ ചൂടാകരുതെന്ന് വിചാരിച്ചെങ്കിലും അവിടെ തണുപ്പ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് AC-യിൽ ഇരിക്കാം. അതെ AC ഇല്ലെങ്കിൽ മെഷീൻ ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. നമുക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും മെഷീന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് തണുപ്പത്തിരിക്കാനും ഒരു നല്ല വർക്ക് എൻവിറോൺമെന്റിൽ പോകാനും സാധിക്കും എന്നുള്ളതാണ്. ഈ AI-യുടെ സാധനം സാറ് സംസാരത്തിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവിൽ ആളുകളെല്ലാം പറയുക AI വരുമ്പോൾ കുറേ ആൾക്കാരുടെ ജോലി പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന ജോലികളിൽ ഒരു ജോലിയായിട്ട് മിക്കവാറും ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റേഡിയോളജി. കാരണം പണ്ട് കാലത്ത് എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ എക്സ്റേ റിപ്പോർട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒക്കെ നോക്കിയിട്ട് നമ്മൾ മനുഷ്യർ നോക്കി അതിലെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് ഇപ്പോൾ അത് AI ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ റേഡിയോളജിസ്റ്റിൻ്റെ ആവശ്യം അവിടെ താഴോട്ട് വരികയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതിനെന്താണ് സാറിന് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ തെറ്റായ ഒരു ധാരണയാണത് ജനങ്ങളുടെ. ഒരിക്കലും ഒരു റേഡിയോളജിസ്റ്റിനെയോ ടെക്നോളജിസ്റ്റിനെയോ പൂർണ്ണമായി റിമൂവ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നുകിൽ ആക്യുറസി കൂട്ടും അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കും. 10 ആൾ വേണ്ടിടത്ത് ഒരുപക്ഷെ 5 ആൾ മതിയാകുമായിരിക്കാം. പക്ഷെ ഒരിക്കലും പൂർണ്ണമായും അത് സീറോ ആവില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാധ്യതകളെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് പല സ്ഥലങ്ങളിലും ഈ CT സ്കാൻ ഒന്നും സ്ഥാപിച്ചിരുന്നില്ല, റിപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്. പക്ഷെ നിലവിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പുതിയ സ്ഥലങ്ങളിൽ റിമോട്ട് ഏരിയകളിൽ പോലും നമുക്ക് പുതിയ മെഷീനുകളും സംവിധാനങ്ങളും സാധ്യമാകും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭയപ്പെടുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹം പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. സർ, BSc റേഡിയോളജി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു സ്കാനിങ് സെൻറ്റർ പോലും അതൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ എക്യുപ്ഡ് ആകുമോ? ആ ഒരു ക്വാളിഫിക്കേഷൻ അതായത് നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ അൾട്രാസൗണ്ട് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ഒരു നിയമം ഉണ്ട്. റേഡിയോ ടെക്നോളജിസ്റ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇന്ത്യയിലുണ്ട്. ബാക്കി എല്ലാ മൊഡാലിറ്റികളും വർക്ക് ചെയ്യാൻ സാധ്യമാകും. കാരണം അത് AERBയുടെ അപ്രൂവൽ ഉണ്ട്. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് ഇന്ത്യയിലെ റേഡിയേഷൻ ഉപകരണങ്ങളുടെയൊക്കെ കസ്റ്റോഡിയനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജിസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്നാണ് പറയുക, RSO ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സാധ്യമാകും. നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യാം. അതായത് ഒരു ബിസിനസ് പോസിബിലിറ്റിയും അതിനകത്ത് ഉണ്ട്. BSc റേഡിയോളജി കഴിയുന്ന ഒരു കുട്ടി സാധാരണഗതിയിൽ MSc റേഡിയോളജിക്ക് പോകുന്നതായിട്ടാണോ സാർ കണ്ടിട്ടുള്ളത്? അതോ മറ്റെന്തെങ്കിലും ഇപ്പോൾ MBA പോലുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ വേറെ എന്തിലേക്കാണ് കുട്ടികൾ കൂടുതൽ പോകുന്നത്? അതായത് MSc ലെവലിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം BSc കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന സാധ്യതയും MSc കഴിഞ്ഞ് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, ചില കമ്പനികളുടെ അപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിട്ട് ആ കമ്പനിയുടെ ആ മിഷനിലുള്ള സംവിധാനങ്ങളെ വിവിധ ഹോസ്പിറ്റലുകളിൽ പോയി വിശദീകരിച്ച് കൊടുക്കുക, അവിടെയുള്ള പുതുതായിട്ട് വരുന്ന സംവിധാനങ്ങൾ അവിടെയുള്ള ജീവനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതൊക്കെയാണ് കമ്പനിയുടെ അപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ജോബ്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോബ് തന്നെയാണ്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു ജോബാണത്.
സർ താങ്ക് യു സോ മച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. എപ്പോഴും ആ ഒരു വിഷയത്തിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടെ ഒന്ന് വലുതാവുകയാണ്. And I'm sure that this will be useful for many students. Thank you so much, sir. Okay, thank you.